ഗുഡ് മോർണിംഗ് അഭിലാഷ്. ഒരിക്കൽ കൂടി നമ്മൾ ഇന്നലെ വലിയ രീതിയിൽ ചർച്ച ചെയ്തത് ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. സർക്കാർ ഏതായാലും നിലപാട് അറിയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോടുണ്ടല്ലേ, മറ്റ് മുസ്ലിം സംഘടനകളുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട്ടേക്ക് എത്തുന്നുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ കോഴിക്കോട് എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും സർക്കാരിൻ്റെ തീരുമാനം എന്താണ്, ഇക്കാര്യത്തിൽ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു ഊഹം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ നിയന്ത്രിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നിയന്ത്രണം അല്ലെങ്കിൽ കർശനമായ ഇത് നടപ്പിലാക്കണമെന്നുള്ള കാര്യം പറയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്താണെങ്കിൽ പോലും നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 2-3 മാസമായി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അത്തരത്തിൽ ലഹരിക്കും അതോടൊപ്പം തന്നെ ക്രിമിനൽ സ്വഭാവത്തിലേക്കും കുട്ടികൾ പോകുമ്പോൾ അവരെ എങ്ങനെ നേർവഴിക്ക് നയിക്കാം എന്നതിൻ്റെ അതിനെ സർക്കാർ കൃത്യമായി ചർച്ച ചെയ്യും. ഇതിനെന്ത് പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഈ സൂംബ ഡാൻസ് എന്നുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ഇത് നല്ല രീതിയിൽ തന്നെ ഏറ്റെടുക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇപ്പോൾ ചില സംഘടനകളുടെ ഭാഗത്ത് ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, മെക്സവനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതിന് സമാനമായ വിവാദങ്ങൾ ഉയർന്നു വരികയും അത് മെക്സവൻ എന്ന് പറയുന്ന ആ വ്യായാമ മുറയ്ക്ക് കൂടുതൽ ജനപ്രിയകരമായ നിലയിലേക്ക് പോകാൻ കഴിയുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഒരു പക്ഷേ സൂംബ ഡാൻസിനും അത്തരത്തിൽ ജനപ്രിയമായുള്ള നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലയിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഏതെങ്കിലും സംഘടനകളുടെ, അതായത് പ്രധാനപ്പെട്ട സംഘടനാ നേതാക്കളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ കരുതലോടുകൂടി തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പൊതുസമൂഹത്തിൽ നിന്ന് വലിയ തരത്തിൽ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ ലഘു വ്യായാമ മുറ എന്ന നിലയിലാണ് ഇതിനെ കാണുകയും ചെയ്തത്. ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ട എന്നുള്ള കാര്യം സർക്കാർ പറയുമ്പോൾ അല്ലെങ്കിൽ LDFിൻ്റെ ഭാഗത്ത് അത്ര ഒരു തീരുമാനം വരുന്ന ഘട്ടത്തിൽ സർക്കാരും അതിനനുസൃതമായ ഒരു തീരുമാനത്തിലേക്ക് തന്നെയായിരിക്കും പോവുക എന്നുള്ളതാണ്. ഏതായാലും കുട്ടികൾക്ക് മാനസികോല്ലാസത്തിനും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടുന്ന തരത്തിലാണ് ഈ സൂംബ ഡാൻസ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഈ പ്രമുഖമായുള്ള മതനേതാക്കളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ നിലപാടുകൾ വരുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതേസമയത്ത് ഈ പോഷക സംഘടനാ നേതാക്കളുടെ ഭാഗത്ത് കുറെ കൂടി പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ശരി, AK അഭിലാഷ്, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം. ഏതായാലും സൂംബ ഡാൻസ് വേണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് അതിൽ എതിർപ്പുയർത്തുന്നത്. ഏതായാലും സാഹചര്യം വിശദമായി തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നീക്കങ്ങളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.